ഫലസ്തീൻ പ്രശ്നം ഈ പുതിയ കാലത്ത് തുടങ്ങിയത്, ഏറ്റവും പുതിയ സമയത്ത് തുടങ്ങിയത് ഒക്ടോബർ 7-നാണ്. ചുണ്ടയ്ക്ക് കൊടുത്ത് വഴുതനങ്ങ വാങ്ങി എന്നാണ് നമ്മളിൽപ്പെട്ട ആളുകൾ പോലും പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ ഒരു വാക്കുണ്ട്, തിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്. മനുഷ്യർക്കിടയിൽ പരിക്കിന്റെ ദിനങ്ങളെ ഇങ്ങനെ മാറി 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 ഇങ്ങനെ കൊണ്ടുവരും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ലിയഅലമ അല്ലാഹു അല്ലദീന ആമനൂ വയത്തഖിദ മിൻകും ശുഹദാ. വിശ്വാസികൾ ആരെന്ന് റബ്ബുൽ ഇസ്സത്തിന് തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ വിശ്വാസത്തോട് കൂറു പുലർത്തുന്ന, അതിനോട് നീതി പുലർത്തുന്ന, ആ വിശ്വാസത്തെ ഏതവസ്ഥയിലും മുറുകെ പിടിച്ച് ജീവിക്കുന്ന അവിശ്വാസി സമൂഹത്തോട് ഒരിക്കലും സമരസപ്പെടാത്ത, രാജിയാകാത്തൊരു സമൂഹം ആരാണ് എന്റെ സമുദായത്തിൽ, എന്റെ അടിയാറുകളിൽ എന്ന് അള്ളാഹുവിന് തിരിച്ചറിയാനാണ് അള്ളാഹു ഈ പരിക്കിന്റെ ദിനങ്ങളെ, പ്രയാസത്തിന്റെ ദിനങ്ങളെ മനുഷ്യരുടെ മേൽ നൽകുന്നത്. വയത്തഖിദ മിൻകും ശുഹദാ. മനുഷ്യർക്ക് നൽകുന്ന, അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് നൽകുന്ന ഏറ്റവും ഉന്നതമായ സവിശേഷമായ രക്തസാക്ഷിത്വത്തിലൂടെയുള്ള മരണത്തിന് വേണ്ടി ഒരു പറ്റം ജനങ്ങളെ സജ്ജീകരിക്കാനും തെരഞ്ഞെടുക്കാനും കൂടിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യുദ്ധങ്ങളിലൂടെ പരിക്കിന്റെ ദിനങ്ങളെ സംവിധാനിച്ച് സൃഷ്ടിച്ചൊരുക്കിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇപ്രകാരം ചെയ്യുന്നത് എന്ന് ഖുർആൻ പറയുകയാണ്. ഖുർആനിന്റെ വീക്ഷണകോണിലൂടെ നമ്മൾ വായിക്കുമ്പോൾ ഇത് വിജയമാണ്.